നമസ്കാരം. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും സർക്കാരും തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയെങ്കിൽ അതെല്ലാം തെറ്റി. കാരണം പ്രശ്നങ്ങൾ ഇതാ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സർക്കാരും പുതിയ ഗവർണറും തമ്മിൽ വീണ്ടും ഒരു അടിക്കുള്ള ഒരു കോള് വന്നിരിക്കുകയാണ്. കാരണം സാങ്കേതിക സർവകലാശാലയിൽ വമ്പൻ അഴിമതിയും ധൂർത്തും കണ്ടെത്തിയിരിക്കുകയാണ് CAG. പരീക്ഷാ നടത്തിപ്പിനുള്ള സോഫ്റ്റ്വെയറിംഗ് സ്വകാര്യ കമ്പനിക്ക് വർഷം തോറും നൽകുന്നത് 7 കോടി രൂപയാണ്. കരാറെടുത്ത കെലട്രോൺ സ്വകാര്യ കമ്പനിക്ക് പുറം കരാറായി നൽകിയത് 7 കോടിയാണ്. സിൻഡിക്കേറ്റ് അംഗമായ മുൻ MP AKG സെന്ററിലേക്കും അതോടൊപ്പം തന്നെ CITUവിന്റെ ഓഫീസിലേക്കും പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ കാറിലാണ്. അഴിമതിയുടെ കുത്തരങ്ങായി ടെക്നോളജി യൂണിവേഴ്സിറ്റി അഥവാ സാങ്കേതിക സർവകലാശാല മാറുന്നു എന്നതിന്റെ യഥാർത്ഥ തെളിവാണിത്. CAG ഓഡിറ്റ് റിപ്പോർട്ട് VC കൈമാറാതെ യൂണിവേഴ്സിറ്റി പൂഴ്ത്തിവച്ചിരിക്കുകയാണ് നിലവിൽ. കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സാങ്കേതിക സർവകലാശാലകൾ അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ്. പരീക്ഷാ നടത്തിപ്പിനുള്ള ഗവർണൻസ് കരാറിലും നടത്തിപ്പിലും അടക്കം ഗുരുതരമായ ക്രമക്കേടുകളാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. മുൻ MP PK ബിജു, സച്ചിദേവ് MLA എന്നിവരടക്കം സിൻഡിക്കേറ്റിലുണ്ട്. ഗവർണർ നിയമിച്ച VC-മാരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ സംഘർഷം ഉണ്ടാക്കുന്നതാണ് അവരുടെയൊക്കെ രീതി. അതാണ് സാങ്കേതിക സർവകലാശാലയിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗവർണറുടെ ഉത്തരവ് പ്രകാരം ചുമതലയേറ്റ പ്രൊഫസർ സിസ തോമസിനെ നിരീക്ഷിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതിയെ വരെ നിയോഗിച്ച ഒരു ചരിത്രം പോലും അവിടെ ഉണ്ടായി. പുതിയ VC-യും സിൻഡിക്കേറ്റുമായും ഉടക്കിലാണ് നിലവിൽ. അതിനിടയിലാണ് ഗുരുതര ക്രമക്കേടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. CAG ഓഡിറ്റ് റിപ്പോർട്ട് VC കൈമാറാതെ യൂണിവേഴ്സിറ്റി നിലവിൽ ഒളിച്ചു വച്ചിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പരിപാലനത്തിന് പ്രൈവറ്റ് ഏജൻസിക്ക് പ്രതിവർഷം 7 കോടി രൂപ നൽകി വരുന്നത് സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇതോടെ തെളിഞ്ഞു കഴിഞ്ഞു. 1/2 കോടി രൂപയിൽ കൂടുതൽ IT പ്രോജക്റ്റുകൾ സംസ്ഥാന സർക്കാരിന്റെ IT വകുപ്പിന്റെ അനുമതി കൂടാതെ നടപ്പാക്കിയത് ഗുരുതരമായ ഒരു ചട്ടലംഘനം അഥവാ ഗുരുതരമായ ഒരു വീഴ്ചയാണെന്ന് 2024 അക്കൗണ്ട് ജനറലിന്റെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ ഓഡിറ്റ് റിപ്പോർട്ട് CAG-യിൽ നിന്നും വാങ്ങിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 4 വർഷം കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും പുനഃസംഘടിപ്പിക്കാതെ സർവകലാശാല സിൻഡിക്കേറ്റ് തുടരുന്നതായ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം CAG പുറത്തുവിട്ടത്. അതുകൂടാതെ തന്നെ സർവകലാശാല ഇലക്ട്രോണിക് ഗവർണേഴ്സിന് നൽകിയ കരാർ സർവകലാശാലയുടെ അനുമതി കൂടാതെ കെലട്രോൺ ഓസ്പിംഗ് ടെക്നോളജി എന്ന ഒരു സ്വകാര്യ കമ്പനിക്കും ഉപകരാർ നൽകുകയും ചെയ്തു. എന്തായാലും അടിപൊളി ദുരൂഹത നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് സാങ്കേതിക സർവകലാശാലയിൽ വരും ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർ അതായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാലയുടെ മുഴുവൻ താക്കോൽ സ്ഥാനം ഗവർണർ തന്നെ ഏറ്റെടുക്കും. അതിൽ പിണറായി വിജയനോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനോ ഒരു അധികാരമില്ല എന്ന് ഗവർണർ തുറന്നു പറഞ്ഞതാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ചെന്ന പ്രധാനമന്ത്രിയെ കാണുകയും അമിത്ഷായെ കാണുകയും ചെയ്തതിനു ശേഷം അവർ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം UGCയുടെ കരട് ഒരു ഭേദഗതി വരുത്തിയതിനു ശേഷം ആണ് പിറ്റേ ദിവസം തന്നെ രാജ്ഭവനിൽ ഒരു ഉത്തരവിറക്കുകയുണ്ടായി. അതായത് VC എല്ലാ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ രാജ്ഭവനിൽ എത്തണം ഒരു മീറ്റിംഗ് ഒക്കെ. അതായത് ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് എന്തായാലും ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിനോട് ചോദിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് പുതിയ ഗവർണറും സർക്കാരും പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും